ജയിക്കുന്നവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, തോൽക്കുന്നവനെ അടിച്ചമർത്തരുത്. അതൊരു പാപമാണ്. കാര്യം അവൻ മറ്റൊരു കാര്യത്തിൽ പുലിയായിരിക്കും. നിങ്ങൾ എന്തിനാ എന്നോട് ചോദ്യം ചോദിക്കണം? ഞാൻ എന്താണെന്ന് അറിയാനല്ലേ. അതെനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. പറഞ്ഞു തരാനായിട്ട് പറ്റാത്തടത്താണ് ഞാൻ ഇന്റർവ്യൂ തോറ്റു. കറക്റ്റാണ്, ശരിയല്ലേ? 2 എലമെന്റ്സ് ആണ് കുട്ടീനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്ന്, സ്കൂളിന്റെ സ്റ്റാൻഡേർഡ്, സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും. 2, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ചോദ്യചിഹ്നമാകുമോ എന്നുള്ള ഭയം. എല്ലാ കുട്ടികളും ഒരുമിച്ച് പഠിച്ചിരുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ വളർന്നത്. എന്നിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അന്ന് അധ്യാപകർക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടിയിരുന്നു, സ്കൂളിന് കിട്ടേണ്ട പ്രിവിലേജ് കിട്ടിയിരുന്നു. ഇന്ന് ആ പ്രിവിലേജ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാറി. അത് സ്കൂളിലുള്ള അധ്യാപകർ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ പ്രശ്നത്തിൽ. നമുക്ക് നല്ല മാത്സ് ടീച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ മാത്സ് ഇഷ്ടപ്പെടും, നല്ല കെമിസ്ട്രി ടീച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ കെമിസ്ട്രി ഇഷ്ടപ്പെടും. ഇത് ആ വ്യക്തിയോടുള്ള ഇഷ്ടം പഠനത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് മാറുക ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഇപ്പം സതീഷ് എനിക്ക് വലിയ നല്ല സുഹൃത്താണ്. സതീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിയോഗ്രഫിയാണ്. അപ്പം ഞാൻ സതീഷിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ജിയോഗ്രഫി പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ കൃത്യമായ അഭിരുചി എന്താണെന്ന് ബാക്കി ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അതൊന്ന്. പക്ഷെ ഈ പറഞ്ഞതിനകത്ത് തന്നെ ഞാൻ പറയാം, 100% അത് ശരിയല്ല. ടീച്ചേഴ്സിന് ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുത്താൻ കഴിയും എന്നുള്ളത് 100% ശരിയായ ഒരു ഫാക്റ്റാണ്. ടീച്ചേഴ്സ് ഒത്തിരി നല്ല ടീച്ചറാണ്, ഒത്തിരി ലവ്ലി ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകും. ഐ ടോട്ടലി അഗ്രി. പക്ഷേ നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ റീസണിങ് കപ്പാസിറ്റി, നമ്മുടെ ലോജിക്കലി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി, ഇതെല്ലാം മാത്തമാറ്റിക്സിന് അനിവാര്യമാണ്. അപ്പം നമ്മൾ അഗെയിൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നമ്മുടെ ഇൻബോൺ ടാലൻസ് മാച്ച് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളെ ഒത്തിരി ശിക്ഷിക്കാതെ ശിക്ഷണത്തിൽ സ്നേഹത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടെ വന്നാൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അസസ്മെന്റ്സ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ എന്താണെന്ന് നമുക്ക് ജീവിതത്തിൽ ആരും പറഞ്ഞു തരുന്നില്ലല്ലോ. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുക, എല്ലാത്തിലും A+ വാങ്ങാനുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ A+ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ എക്സാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്നെ അടക്കം വിളിച്ചിട്ട് ടീച്ചർമാർ പറഞ്ഞാണ്, മോൻ ഈ വിഷയത്തിൽ ഇത്തിരി വീക്കാണ്, അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എന്നാൽ നല്ല വിഷയത്തിൽ A+ മേടിച്ചു, അല്ലെങ്കിൽ ഇവന് എബവ് 90 കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ 99 കിട്ടാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റി ഒന്നും പറയുന്നേ ഇല്ല. ചിലപ്പോൾ അവന് താല്പര്യമുള്ള വിഷയം അതായിരിക്കും. പക്ഷെ കമ്പൽ ചെയ്യുന്നതും എക്സ്ട്രാ ട്യൂഷൻ വെക്കാൻ പറയുന്നതും അല്ലെങ്കിൽ ടീച്ചർമാരെ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നതും ഈ ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കാനാണ്. പലപ്പോഴും എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമില്ല. കറക്റ്റ് പഠിക്കേണ്ട. അതായത് 99% മാർക്ക് മേടിച്ച വിഷയം ശ്രദ്ധിക്കേണ്ട, 70 മാർക്ക് മേടിച്ച വിഷയം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സ്ക്രിപ്റ്റിലുള്ള വേറൊരു കാര്യം, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഈ ഫുൾ A+ മാത്രം കിട്ടിയാലേ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതയുള്ളൂ എന്ന് വരുന്ന വേറൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ കിടപ്പുണ്ട്. അവിടെയാണ് ഈ ഇൻസിസ്റ്റിങ് വരുന്നത്. മനസ്സിലായോ? നമ്മൾ എന്താ പറയുക, ഒരു കുട്ടി സയൻസ് മാത്രം നന്നായിട്ട് പഠിച്ചാൽ മതി ഒരു JW ഒരു IIT എൻട്രി കിട്ടാനായിട്ട് എന്ന് ചിന്തിക്കൂ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് സയൻസിന് നല്ല മാർക്ക് കിട്ടണം, ആർട്സിന് കുറഞ്ഞു പോയാൽ എന്താന്നുള്ളതല്ലേ. 2 എലമെന്റ്സ് ആണ് കുട്ടീനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്ന്, സ്കൂളിന്റെ സ്റ്റാൻഡേർഡ്, സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും. 2, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ചോദ്യചിഹ്നമാകുമോ എന്നുള്ള ഭയം. ഇതൊക്കെ കൊണ്ടാണ് മാതാപിതാക്കൾ ഒരുപക്ഷെ ചെയ്യുക. നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴേ പലപ്പോഴും നമ്മളെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, അല്ലെങ്കിൽ സൈക്കോമെട്രിക് എന്ന് പറയുന്നത് ഒരു ടെർമിനോളജിയാണ് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ധാരാളമുണ്ട്. അവിടെ ഒരു അധ്യാപകന് ഞാൻ വിളമ്പാൻ പോകുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുറച്ച് പ്ലേറ്റുകളാണെന്ന് ചിന്തിക്കും. അവിടെ ഒരു അധ്യാപകൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്, അതിനകത്ത് ചെറിയ പ്ലേറ്റ് ഉണ്ട്, വലിയ പ്ലേറ്റ് ഉണ്ട്, ബ്രോക്കൺ പ്ലേറ്റ് ഉണ്ട്, എല്ലാം കൂടെ ഒരേ ക്ലാസ് റൂമിലായിരിക്കണേ. അപ്പോൾ അത് അധ്യാപകന് അങ്ങനെ ഒരു തിരിച്ചറിവ് കൃത്യമായ രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റും, കുട്ടികളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ. കാരണം കുട്ടികൾ വരുന്നത് ഒരു സ്കൂളിലേക്ക് വരുന്നത്, വീട്ടിലേക്കിടെ കുറിച്ച് പിന്നെ സംസാരിക്കാം, പല സാഹചര്യങ്ങളിൽ നിന്നാണ്. കുട്ടികളുടെ എത്ര ബുദ്ധിമാനായ കുട്ടിയുടെയും ബ്രെയിൻ ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യം ചിലപ്പോൾ വീട്ടിലുണ്ടായിട്ടുണ്ടാകും. ഇറ്റ്സ് ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഹാപ്പനിങ് ഇൻ ഹോം. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടി മാനസികമായിട്ട് ഒത്തിരി വ്യഥകൾ അനുഭവിക്കുന്നുണ്ടാകും. അവരെ നമ്മൾ വീണ്ടും അവരുടെ ബെസ്റ്റ് പ്ലേസ് ടു എൻജോയ് സ്കൂളായിരിക്കണം, അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അധ്യാപകർ തീർച്ചയായിട്ടും ഈ ഡിഫറൻസ് തിരിച്ചറിയാൻ ഇതുപോലുള്ള
റിസൾട്ടുകൾ അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ജയിക്കുന്നവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ തോൽക്കുന്നവനെ അടിച്ചമർത്തരുത്, അതൊരു പാപമാണ്. കാര്യം അവൻ മറ്റൊരു കാര്യത്തിൽ തുലിയായിരിക്കും. അവൻ എല്ലാവർക്കും പല ടാലൻസ് അല്ലേ, അപ്പോൾ ഒരു ടാലൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അയാളെ അടിച്ചമർത്തരുത്. സ്കൂളിൽ അടിച്ചമർത്തുന്നത് സഹിക്കാം, വീട്ടിൽ വന്നു കഴിയുമ്പോൾ മാതാപിതാക്കളും കൂടെ അടിച്ചമർത്തണം, അതിനേക്കാളും കഷ്ടം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ വന്നതാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളൊക്കെ വളർന്നു വന്നതിനേക്കാളും ഒത്തിരി സെൻസിറ്റീവാണ് ഇന്നത്തെ കുട്ടികൾ. കാരണം അവരൊക്കെ വളരുന്നത് ചെറിയ ചെറിയ കുടുംബങ്ങളിലാണ്. നമ്മളെ എന്താ പറയുക, സ്കൂളിൽ നിന്ന് അടിച്ചു, വീട്ടിൽ വന്ന് അമ്മ വഴക്ക് പറഞ്ഞാൽ അപ്പുറത്ത് കെട്ടിപ്പിടിക്കാൻ അമ്മൂമ്മ ഇരിപ്പുണ്ട്, അല്ലെ ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, ഒത്തിരി പേരുണ്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ. ആകപ്പാടെ വീട്ടിൽ സംസാരിക്കാനുള്ളത് അമ്മയോട് മാത്രം, അല്ലെ അച്ഛനോട് മാത്രം, അല്ലെ ഒരു സഹോദരനോടോ സഹോദരിയോടോ. വീട്ടിൽ വന്ന ഇവർ മൂന്നും കൂടെ ഉടക്കുകയും ഞാൻ പിന്നെ എന്ത് ചെയ്യും? എൻ്റെ ഇമോഷണൽ ട്രോമയായി മാറും വിദ്യാഭ്യാസം. അതൊരിക്കലും ചെയ്യരുത്. വിദ്യാഭ്യാസം, ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പുതിയ NEPയുടെ റൂൾ അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് ദ സ്റ്റുഡൻ്റാണ്. കുട്ടികളുടെ പഠിക്കുന്നതിന് സമയത്ത് അവരനുഭവിച്ച സന്തോഷം ഒരു ഇൻഡെക്സാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവർ വളരെ ക്രിയേറ്റീവും പ്രൊഡക്റ്റീവും ആകും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കരിയറിൽ ചെറിയ താഴേന്ന് തുടങ്ങി അങ്ങ് അറ്റം വരെ വളരാനുള്ള സാധ്യതകൾ അത് അവർ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് തെളിഞ്ഞു വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ സ്കൂളിൽ മീഡിയകൾക്ക് ചെയ്യാൻ പറ്റും. പണമൊന്നും മേടിക്കണ്ട, സ്കൂളുകളിൽ പോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ. ഒത്തിരി CSR ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട സാധ്യത അതാണ്. കാരണം ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് ഏകദേശം 1.4 സ്കൂൾസ്, മില്യൺ സ്കൂൾസാണ്. 14 ലക്ഷം സ്കൂളുള്ള ഒരു രാജ്യമാണിത്. ലോകത്ത് ഒരു രാജ്യത്ത് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ജനസംഖ്യ പോലും അത്ര കാണുന്നത്. അപ്പം അത്രയും വലിയ ഒരു യൂത്ത് പോപ്പുലേഷൻ നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. അപ്പം അവർക്ക് വ്യക്തമായൊരു ദിശാബോധം നൽകുക എന്നുള്ളത് ഭരണകർത്താക്കളുടെയും സമൂഹത്തിൻ്റെയും ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സ്കൂൾ മാനേജ്മെൻറ്റുകൾ തന്നെയാണ്. കരിയേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ +2 മുതൽ അല്ലെങ്കിൽ 18 വയസ്സ് തികയുമ്പോൾ മുതൽ നമുക്ക് ഒരു ജോലി ചെയ്യാൻ പാകത്തിന് പ്രാപ്തരായി. അടിസ്ഥാന വിദ്യാഭ്യാസം ലോകത്താകമാനം ബേസിക്കലി ഇപ്പോൾ ഗ്രാജുവേഷനാണ്. ഒരു ഡിസ്ട്രിക്ട് IAS എടുക്കാനും ഡിഗ്രി തന്നെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു 3-4 വർഷം വർക്ക് ചെയ്തിട്ട് മാസ്റ്റേഴ്സ് എടുക്കുമ്പോഴേ നമുക്ക് അയാളെ മാസ്റ്റർ എന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ KG to PG സ്ട്രെയിറ്റ് പോകുക, അവിടെയും ഈ പ്രശ്നമുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും I am good in that. If I am good in that, next ആണ് I am going to be the master in that. അവിടെയാണ് മാസ്റ്റേഴ്സിൻ്റെ സാധ്യത. പക്ഷേ നമ്മൾ ഈ കരിയേഴ്സിലേക്ക്, പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ ഗവൺമെൻറ് കരിയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5 വിഭാഗം കരിയേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് അറിവ് മാത്രമല്ല. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ പരീക്ഷകൾ എഴുതേണ്ടി വരിക, കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുക. മത്സര പരീക്ഷകൾ എഴുതുന്നതിന് മുമ്പ് അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കോമ്പീറ്റൻസിയും കൂടെ അറിയണം. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും 1, 1, 2 തന്നെ പഠിച്ചു വന്നത്, പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നതിലുള്ളതിനല്ലേ കോമ്പീറ്റൻസി എന്ന് പറയും. എൻ്റെ അറിവിൽ അത് എലിമിനേറ്റഡ് എക്സാമിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ജോലി വെച്ചിട്ട് അതിലേക്ക് കുറെ പേര് എഴുതുമ്പോൾ കളയാൻ ആണ്. പക്ഷെ അത് കളയലല്ല, പകരം ആ പരീക്ഷയിൽ മികച്ചവരെ കണ്ടെത്തലല്ലേ. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ആ രീതിയിലും ചിന്തിക്കാം. അപ്പൊ ആ പരീക്ഷയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കോമ്പീറ്റൻസിയും കൂടെ കണ്ടെത്തലാണ്. കാരണം ഒരു വ്യക്തി ജീവിതത്തിൽ, അതാ ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് തുടങ്ങണമെന്ന്. സ്കൂളിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് പെർഫെക്റ്റ് ആക്കി. അതിനെയാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ആ മൈൻഡ് സെറ്റിനനുസരിച്ച് എനിക്ക് ഡ്രൈവ് ചെയ്യണം. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യണ കണ്ടിട്ട് ഭയങ്കര കൊതി, ഇങ്ങനെ ചീറിപ്പായിന്നൊക്കെ കാണുമ്പം ഭയങ്കര കൊതി വരികയാണ്. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു, ഡ്രൈവിങ് പഠിക്കാൻ തീരുമാനിച്ചു. ഞാനും ഒരു മികച്ച ഡ്രൈവറാകാൻ തീരുമാനിച്ചു. അതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. ഇനി ഈ മൈൻഡ് സെറ്റ് കൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രൈവിങ് ഞാൻ പഠിക്കണം. അതെൻ്റെ സ്കിൽ സെറ്റാണ്. എൻ്റെ മൈൻഡ് സെറ്റ് എൻ്റെ ഗോൾ സെറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്കില്ല് പഠിക്കും. എൻ്റെ ആഗ്രഹം അത്രയ്ക്ക് അദമ്യമായതുകൊണ്ട് തന്നെ, എൻ്റെ ഡിറ്റർമിനേഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടും, എൻ്റെ ഡിസയർ ബേണിങ് ആയതുകൊണ്ടും ഞാനിത് മനോഹരമായിട്ട് പഠിക്കും. അതാണ് മൈൻഡ് സെറ്റ്. അല്ല, പഠിച്ച പ്രോസസ്സ് സ്കിൽ സെറ്റ്.
ഞാൻ ഈ പഠിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ, ഉം. എനിക്കൊരു അയർട്ടൺ സെന്നെ പോലെ മികച്ച ഡ്രൈവർ ആകണമെന്ന് ആഗ്രഹിച്ചൊരു ഭാഗമുണ്ടല്ലോ, അതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. അത് മൈൻഡ് സെറ്റ്. ഓക്കെ. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്, അതെൻ്റെ സ്കിൽ സെറ്റാണ്. സ്കില്ല് വേണം. അല്ലാതെ നമ്മൾ ഈ രണ്ട് ഭാഗവും കൂടെ അനലൈസ് ചെയ്യുന്നതാണ് കോമ്പറ്റീറ്റീവ് എക്സാം. അപ്പോൾ ഈ മൈൻഡ് സെറ്റ്, സ്കിൽ സെറ്റ്, പിന്നെ ടൂൾ സെറ്റ് കമ്മിങ് ടു ദാറ്റ്. അപ്പം ഈ സ്കിൽ സെറ്റും കഴിഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഡ്രൈവിങ് മനോഹരമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ പിന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താ വണ്ടി വേണം. എനിക്ക് കാറില്ല. കാറ് ടൂളാണ്. എനിക്ക് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും ഒക്കെ പഠിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം അങ്ങനെയാണ്. അമ്മയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഇറങ്ങി, അവിടെ കുറേ ടൂളുണ്ട് ഇല്ലേ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമുണ്ട്, ശരിയല്ലേ? അമ്മയുടെ ആദ്യത്തെ തോട്ട് പ്രോസസ്സ് നാളെ രാവിലെ എല്ലാവർക്കും ഇഡ്ഡലി എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് ക്ലിയറാണ്. അതെ. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയുമില്ല എന്നുള്ളതാണ്. അതെ, അത് സ്കിൽ സെറ്റാണ്. സെറ്റാണ്. അമ്മ ഈ ടൂൾ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇല്ലേ? അപ്പൊ ഇത് മൂന്നും കൂടെ സ്കിൽ സെറ്റായി, അത് ടൂൾ സെറ്റ് ആഡ് ചെയ്യും. ടൂൾ സെറ്റായി. നമ്മുടെ മൈൻഡ് സെറ്റിന് സ്കിൽ സെറ്റ് നമ്മൾ എപ്പോഴാണ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാ. എനിക്ക് പാടാൻ, യേശുദാസിനെ പോലെ പാടാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നാൽ ഞാൻ പാട്ട് പഠിക്കാൻ പോകണം. അപ്പൊ അത് സ്കിൽ സെറ്റായി. അതാണ് പല സ്ഥാപനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേദി കിട്ടണ്ടേ, മൈക്ക് വേണം, ഇന്നത്തെ കാലത്ത് ഓർക്കസ്ട്ര വേണം, ഇതെല്ലാം വേണ്ടേ? അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടൂൾ സെറ്റ് കഴിഞ്ഞു. അപ്പൊ ഈ 3 എലമെന്റും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഈ കരിയർ ആസ് എ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ് വ്യക്തമായ രീതിയിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാം പാസ് ചെയ്യാം. കാര്യം സ്കിൽ സെറ്റ് ഒരു കോമ്പിറ്റൻസിയാണ്. ഈ ടൂൾ ഉപയോഗിക്കാനുള്ള നിങ്ങൾ പഠിച്ചില്ലേ, അത് നിങ്ങളുടെ കോമ്പിറ്റൻസിയാണ്. ഞാൻ ആലോചിച്ചു, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ എക്സാമിനേഷൻ? അതായത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരിക്കൽ അങ്ങ് എങ്ങനെയാണ് ഇത്ര സക്സസ് ആകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ഒരു മരം മുറിക്കാൻ ഏൽപ്പിച്ചാൽ, നിങ്ങൾ എനിക്കതിന് 6 മാസം കാലയളവ് തന്നാൽ, അതിൽ 5 മാസവും ഞാൻ അതിന് വേണ്ടുന്ന ആയുധം സ്വരൂപിക്കാൻ വേണ്ടി മാറ്റിവെക്കും. 1 മാസം അല്ലെങ്കിൽ 1 മാസം മൂർച്ച കൂട്ടാൻ വേണ്ടി. അപ്പോൾ ആ സ്കിൽ സെറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ സ്കിൽ സെറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് റൈറ്റ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. പ്രത്യേകിച്ചും പ്രീമിയം കോമ്പറ്റീറ്റീവ് സിവിൽ സർവീസ് പോലുള്ള ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഈ മൈൻഡ് സെറ്റിന് വളരെ വലിയ സാധ്യതയാണ്. കാരണം അവിടെ നമ്മളോടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ മെയിൻസ് തൊട്ട് മുൻപോട്ട് ഇൻ്റർവ്യൂ വരെയുള്ള ചോദ്യങ്ങൾ മുഴുവനും നമ്മുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ അസസ് ചെയ്യുന്ന ചോദ്യങ്ങളും കൂടെയാണ്. ഈ എക്സാമിനേഷന് ശേഷമുള്ള ഇൻ്റർവ്യൂവും ഇതേ മാനദണ്ഡം തന്നെയാണോ? തീർച്ചയായിട്ടും. നമ്മൾ ഓരോ തൊഴിലിനനുസരിച്ചിട്ടല്ലേ. നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിനാണ്. സർട്ടിഫിക്കറ്റ് ഒന്നും ആരും നോക്കത്തൊന്നുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, ഇനി ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന, അത് ബേസ്ഡ് ഓൺ ദി പ്രൊഫൈൽ, ബട്ട് അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന നിങ്ങളുടെ കഴിവുകൾ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിനകത്തല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അസസ്മെൻറ്റ്സിനും ആപ്റ്റിറ്റ്യൂഡിനും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? Day 1 they are going to understand what they are. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ഇൻ്റർവ്യൂവും അവർക്ക് ഈസിയാണ്. കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്തിനാ എന്നോട് ചോദ്യം ചോദിക്കണം, ഞാൻ എന്താണെന്ന് അറിയാനല്ലേ. അതെനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. പറഞ്ഞു തരാനായിട്ട് പറ്റാത്തടത്താണ് ഞാൻ ഇന്റർവ്യൂ തോറ്റുകൂടും. കറക്റ്റാണ്, ശരിയല്ലേ? അത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു വരുന്നത് കരിയേഴ്സിൽ 2 ടൈപ്പ് ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് എക്സാംസ് തന്നെ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസം 12ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ, ഒരുപക്ഷെ ചില കാര്യങ്ങളിലൊക്കെ 10th കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ മത്സര പരീക്ഷകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് നീറ്റിനെതിരെയുമുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നീറ്റ് പോലൊരു എക്സാമൊക്കെ നിരോധിക്കേണ്ടതാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് 2 അഭിപ്രായമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം. കാരണം നിരോധിക്കേണ്ടതാണോ എന്ന് വെച്ചാൽ ഇതുപോലുള്ള എക്സാംസ്, നമ്മൾ ബോർഡ് എക്സാം എന്ന് പറയുന്ന ഒറ്റ ഫോക്കസിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് പഠിച്ചിരുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ വളർന്നത്. എന്നിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അന്ന് അധ്യാപകർക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടിയിരുന്നു, സ്കൂളിന് കിട്ടേണ്ട പ്രിവിലേജ് കിട്ടിയിരുന്നു. ഇന്ന് ആ പ്രിവിലേജ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കേ മാറി. അത് സ്കൂളിലുള്ള അധ്യാപകർ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ പ്രശ്നത്തിൽ. കാരണം അവർക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻസോ അവരുടെ ക്ലാസ്സുകൾക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻസോ കിട്ടുന്നില്ല. പക്ഷേ ഇത് കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെ എൻട്രൻസ് എക്സാം മാറ്റി വെച്ചിട്ട് ഇത് മെറിറ്റ് ബേസിലാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ പഠിച്ച വർഷം
SSLCയുടെ റിസൾട്ട് വരുമ്പോൾ ടോപ്പ് മാർക്ക് 86%, ടോപ്പ് റാങ്ക്, ഫസ്റ്റ് റാങ്ക്. ഇന്നിതിപ്പോൾ 99.9-ഉം 100% മേടിക്കുന്ന കുട്ടികളില്ലേ. JEEക്ക് 100 ഔട്ട് ഓഫ് 100 മേടിക്കണം. പിന്നെ അത് പിള്ളേരുടെ IQ ലെവൽ കൂടിയോണ്ടാണോ? IQ ലെവൽ കൂടിയത് കൊണ്ടല്ല, കുട്ടികളുടെ അറിവും കുട്ടികളുടെ കഴിവും കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സും ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ട് കരിക്കുലം അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ട ഒരു ആൻസർ അത്. നമ്മൾ ഈ ഹൈ ജമ്പ് ചാടാൻ പോകുമ്പോഴും പോൾ വാൾട്ടിന് പോകുമ്പോഴും നമ്മൾ എന്താ കാണുക? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ആദ്യം ചാടി കഴിയുമ്പോൾ ഒരു ബാർ വെച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ അതേ ബാർ വെച്ചിട്ടല്ലല്ലോ നമ്മൾ ചാടുക. അടുത്താകുമ്പോൾ സാറെടുത്ത് മേളിൽ വെക്കുക. അവസാനം നമുക്ക് എന്താ പറയുക, നമ്മുടെ PT മാഷിനോട് ദേഷ്യം വരും. ഇതെന്തിനാ നമ്മൾ ചാടുന്നതനുസരിച്ച് പൊക്കിക്കൊണ്ടിരിക്കണേ, ശരിയല്ലേ? അവിടെ അല്ലേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇതിപ്പോ എന്താ, കുട്ടികൾ ഇത്രയും മേളിൽ ചാടാൻ പഠിച്ചു, വടി ഇവിടെ ഇരിക്കണം. ഈ ബാർ ഇതുവരെയായിട്ട് മേലോട്ട് പോയിട്ടില്ല. എന്തിനാന്നറിയോ? ഇതേ ബാർ തന്നെ മേളിൽ വെച്ചിട്ടുണ്ട് മറ്റു മത്സര പരീക്ഷകൾ. അതൊരു തെറ്റാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കും. ഇതിനകത്തുള്ള വേറൊരു ശരി എന്താണെന്നറിയോ? ഈ ബാർ മാത്രം ചാടാൻ അറിയാവുന്ന കുട്ടികളുണ്ട് ഇവിടെ. അവരെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും അവരെ നമുക്ക് ഈ ഒരു എന്താ പറയുക എലിമിനേഷൻ സ്കൂൾ കോളേജ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു പർട്ടിക്കുലർ ഫോക്കസ്ഡ് ആയി പോകുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ. കാര്യം അവിടെ ആ സ്കിൽ വേണം. ജനറലി എന്താ പറയുക, എനിക്ക് ബസ് ഡ്രൈവർ ആകാനാണ് താല്പര്യം. എൻ്റെ സ്കില്ല് ഡ്രൈവിങ്ങിലാണ്. എനിക്ക് മാത്തമാറ്റിക്സ് അതിന് മാത്രം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് പാസ്സാകണ്ടേ? എൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എനിക്കൊരു പ്രശ്നമല്ലേ? അപ്പം സ്കൂളിങ്ങും കോമ്പറ്റേറ്റീവ് എക്സാം തമ്മിലുള്ള വ്യത്യാസം അതാ. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മുടെ സബ്ജക്ട് നോളജോടൊപ്പം തന്നെ നമ്മുടെ കോമ്പിറ്റൻസി സ്കിൽസും കൂടെ ഒത്തിരി അളക്കുന്നൊരാവശ്യമുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എൻട്രൻസ് എക്സാംസ്, നമ്മൾ ഈ കാണുന്ന JEE അല്ലെങ്കിൽ നീറ്റ്, മാറ്റ്, കാറ്റ്, ക്ലാറ്റ്, കുറേ എക്സാംസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊരു സെറ്റ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അത് എഴുതിയ പിറ്റേ ദിവസം ജോലിയാണ്. അത് UPSC, സിവിൽ സർവീസ് തൊട്ട് ഇങ്ങോട്ട് PSC ആയിട്ട് SSC, റെയിൽവേ, ബാങ്ക്, ഇങ്ങനെ വേറൊരു സെറ്റ് ഓഫ് കരിയർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അത് എഴുതിയാൽ നിങ്ങൾ നേരെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. ഒന്ന് പഠിക്കാനുള്ളൂ, ഒന്ന് ജോലിക്കുള്ളൂ. ഒന്ന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിന് പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു IITയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ ഏകദേശം സെറ്റായി നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്ക് കരിയർ അല്ലെങ്കിലും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്നുള്ളതാണ് ഈ 10-26 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, ഇതുപോലുള്ള പരീക്ഷ. അതേസമയം മറ്റത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പഠിച്ച് വന്നിട്ട് അത് മതി. എന്ത് രസകരമാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ UPSC സിവിൽ സർവീസിന് നിങ്ങൾ ഡിഗ്രിക്ക് കട്ട് ഓഫ് മാർക്ക് പോലും ഇല്ലല്ലോ. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന അല്ലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ചീഫ് സെക്രട്ടറിയോ ഒരു മഹാരാജ്യം ഭരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയോ ആയിട്ട് വളരാനായിട്ട് നിങ്ങൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി മാത്രം, അതിനകത്ത് പെർസെൻറ്റേജ് ഒന്നുമില്ല, 1% അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം പക്ഷെ മനസ്സിലാക്കണം കേട്ടോ, ഈ UPSC പോലുള്ള ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾ പ്രത്യേകിച്ച് ഒരു എലിമിനേഷൻ റൗണ്ടിലൂടെ മികച്ചവരെ കണ്ടെത്തുന്നതാണ്. മികച്ചവരെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവർ നന്നായിട്ട് പഠിപ്പിക്കും. ഈ മസൂറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതാ പണി. പിന്നെയാണ് പഠിപ്പിക്കൽ. പക്ഷെ അത് ഗവൺമെന്റിന്റെ ചെലവിലാണ്. അത് പർട്ടിക്കുലർലി ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഡെസിഗ്നേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് മതി, മെസ്സി ഫുട്ബോൾ മാത്രമേ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ ആയിരുന്നിരിക്കണമല്ലോ. ചില നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല, അവിടെയൊക്കെ സ്വിമ്മിങ് പഠിക്കുന്നവർ ചെറുപ്പത്തിലെടുത്ത് വെള്ളത്തിലിട്ട് പഠിപ്പിക്കുകയാണ്. മെസ്സിയുടെ വിദ്യാഭ്യാസ യോഗ്യത ആരും ചോദിച്ചിട്ട് പോലും ഒരു നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. നമ്മളെപ്പോഴും നമ്മളതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയി. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ തെണ്ടുൽക്കർ പോലും എന്താ പഠിച്ചത് നമുക്കറിയില്ല. അതെ അവര് പഠിക്കാൻ പാടില്ല അങ്ങനെ. കാര്യം അവര് പഠിച്ചിട്ടുണ്ട്, അവർക്ക് നിലയിൽ എത്താനും പറ്റും. അവർ PhD ചെയ്യാൻ പോയിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ക്രിക്കറ്റ് കളിച്ച് പഠിക്കാൻ സമയം. ഇതൊക്കെ ഓൾമോസ്റ്റ് 24/7 ആളുകൾ അതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് രീതിയിലും കരിയർ കോമ്പറ്റേറ്റീവ് എക്സാംസ് മെയിൻലി നടക്കുന്നത് ഗവൺമെന്റ് കരിയേഴ്സിലാണ്. മെയിൻലി പബ്ലിക് സെക്ടറും ഗവൺമെന്റ് സെക്ടറുമാണ് മത്സര പരീക്ഷകളിലൂടെ ജോലികളിലേക്ക് നമ്മളെ കൂടുതൽ കൊണ്ടുവരുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഈ പറഞ്ഞ ഫ്രീലാൻസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട എല്ലാ സ്കിൽസും ഉണ്ട്.
അത് അസസ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണെന്ന് മാത്രമല്ലേ ഉള്ളൂ.